മലയാറ്റൂരിലെ 19-കാരിയുടെ കൊലപാതകത്തിൽ ആൺസുഹൃത്ത് അറസ്റ്റിൽ. ആൺസുഹൃത്ത് അലനാണ് അറസ്റ്റിലായത്. പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തിയോഫിൻ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു അത്, ആ പെൺകുട്ടിയുടെ മരണം എന്നുള്ളത്. എന്തായാലും അത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. ഇപ്പോഴിതാ ആൺസുഹൃത്ത് കുറ്റം സമ്മതിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, മലയാറ്റൂർ സ്വദേശിയായ ചിത്രപ്രിയ ഈ കുട്ടിയെ ശനിയാഴ്ച മുതലാണ് കാണാതായത്. അത് കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഈ മൃതദേഹം വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം അകലെയായി ഒരു ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. പിന്നീട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നതിനിടെ ഈ പെൺകുട്ടി യുവാവിനൊപ്പം പോകുന്ന ആൺസുഹൃത്തിനൊപ്പം പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട ചിത്രപ്രിയയുടെ ആൺസുഹൃത്ത് അലനാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇയാൾ സംശയത്തെ തുടർന്നുള്ള തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് അറിയുന്നത്. ഇത്തരം കാര്യങ്ങൾ പോലീസിനോട് ഇയാൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് കൂടുതൽ വിവരങ്ങൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു, അന്വേഷിച്ചു വരികയാണ്. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. 10 മണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിലാണ് നടക്കുക. ഇന്നലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിരുന്നു. ഇൻക്വസ്റ്റിന് ശേഷം ഉച്ചയോടെ കണ്ടെത്തിയ മൃതദേഹം പിന്നീട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മാറ്റുകയായിരുന്നു. ഈ അന്വേഷണം തുടരുന്നതിനിടെ നാട്ടുകാരോടും പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ഒപ്പം ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മലയാറ്റൂർ ഭാഗത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയതായും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുണ്ടാകാം എന്നത് അതിൻ്റെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ അന്വേഷണം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാർ, കാരണം മൃതദേഹം അഴുകിയ നിലയിലാണ് കണ്ടെത്തിയത്, ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഇന്നലെ നാട്ടുകാരാണ് ഈ സ്ഥലത്ത് എത്തുകയും പരിശോധന നടത്തിയതിൽ മൃതദേഹം കണ്ടു. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം ഈ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത്. ഇന്ന് 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടക്കും. ഇന്നലെ തന്നെ യുവാവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള ചിത്രപ്രിയ ഈ പെൺകുട്ടിയാണ് മരിച്ചത്. ഈ കുട്ടി ബാംഗ്ലൂരുവിൽ പഠിച്ചു വരികയായിരുന്നു, ഏവിയേഷൻ കോഴ്സിൽ പഠിച്ചു വരികയായിരുന്നു. ഈയിടെയാണ് നാട്ടിലേക്ക് എത്തിയത്. ഇതിനിടയിൽ ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട്, അതായത് ഇവർ ഈ ശനിയാഴ്ച ഉൾപ്പെടെ ഒരുപാട് തവണ ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അലൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അലനെ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് നമ്മളിപ്പോൾ കണ്ട CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, അത് ഈ പറയുന്ന ദിവസം കാണാതായ ദിവസമുള്ള CCTV ദൃശ്യങ്ങളാണോ ഈ പുറത്തു വരുന്നത്? അന്നത്തെ ദൃശ്യങ്ങൾ എന്ന് തന്നെയാണ്. അതായത് രാത്രിയാണ് സംഭവം തോന്നുന്നു. മറ്റു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നേ ഉള്ളൂ. എന്തായാലും പോലീസ് ഈ പരാതി ലഭിച്ച ശേഷം നടത്തിയ അന്വേഷണത്തിൽ ഈ യുവാവിനൊപ്പം പെൺകുട്ടി പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അലനോടൊപ്പം, കാരണം അങ്ങനെ ഒരു വിവരമാണ്, ആ ദൃശ്യമാണ് അവസാനമായി ലഭിച്ചത്. അതിനുശേഷം ഞാൻ ചോദിച്ചത് ഇത്രയാണ്, ഈ CCTVയിൽ നമുക്ക് സമയം കാണിക്കുന്നത് സൺഡേ, ഞായറാഴ്ച ആണ് എന്നുള്ളതാണ്. 1:54 പുലർച്ചെയാണ് സമയം. ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച കാണാതായത് മുതൽ ഈ പെൺകുട്ടി ഈ അലനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ഈ CCTV ദൃശ്യങ്ങൾ കൃത്യമാണെങ്കിൽ മനസ്സിലാക്കാൻ. ഭദ്ര, തീർച്ചയായും. അതായത് ശനിയാഴ്ച കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പരാതി നൽകിയിരുന്നു. കാണാതായിരുന്നു, പിന്നീടാണ് പരാതി നൽകുന്നത്. അന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു CCTV ദൃശ്യം ലഭിച്ചത്. ഈ യുവാവിനൊപ്പം പോകുന്ന CCTV ദൃശ്യം ലഭിച്ചു ഞായറാഴ്ച രാത്രി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയത്. ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിലേക്ക് പോയത്. പക്ഷേ അപ്പോഴും ഒരു കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് പോലീസ് ആദ്യം എത്തിയിരുന്നില്ല. പിന്നീട് മൃതദേഹം കിട്ടിയപ്പോൾ, കാരണം കാണാതായി എന്നുള്ള രീതിയിൽ മിസ്സിങ്ങിനാണ് അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നത്, ഒരുപക്ഷെ യുവാവിനൊപ്പം പോയതാകാം എന്നുള്ളൊരു സംശയവും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇന്നലെ ഉച്ചയോടുകൂടി മൃതദേഹം കണ്ടെത്തുന്നത്. അതിനെ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിൽ ഇയാൾ രാത്രി കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ ചോദ്യം ചെയ്യലിൽ ഇയാൾ താൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് മദ്യലഹരിയിലായിരുന്നു, അങ്ങനെയാണ് തർക്കത്തിനിടെ കൊലപാതകം സംഭവിച്ചതാണെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും പോലീസ് ഇക്കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുത്തിട്ടുണ്ട്. ഈ മരണത്തിന് കാരണമായത് തലക്കേറ്റ പരിക്കാണോ? കാരണം ഇന്നലെ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ തലയിലും കല്ലുകൊണ്ട് തലക്കടിച്ചതുപോലുള്ളൊരു വലിയ മുറിവ് അത് തലയിലുണ്ടായിരുന്നു. ഒപ്പം ശരീരത്തിലും മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതകം, അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ പോലീസ് ഈ കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് ആദ്യം എത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അലനെ കസ്റ്റഡിയിലെടുത്ത
വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഇയാൾ കൊലപാതക കുറ്റം സമ്മതിച്ചിരുന്നു. പക്ഷേ പോലീസ് ഇന്നലെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് ഇത് കൊലപാതകം തന്നെയാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ ഈ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടക്കാനിരിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കൊലപാതകം നടത്തിയ താനാണ് എന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇതിനുള്ള മോട്ടീവ് എന്താണ്, കാരണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി നമുക്ക് വരും മണിക്കൂറുകളിലാണ് വിവരം ലഭ്യമാവുക. എന്തായാലും നിലവിൽ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ പെൺകുട്ടിയെ പറ്റി ഇയാൾക്കുണ്ടായിരുന്ന ചില സംശയങ്ങൾ, ആ സംശയത്തെ തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കൊലപാതകം നടന്നതെന്നാണ് കരുതുന്നത്. തന്നെയുമല്ല, പോലീസ് സംശയിക്കുന്നത് ഇയാൾ ലഹരിയിലായിരുന്നു. ആ ലഹരിയിൽ തന്നെ ഇയാൾ കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നൊരു സംശയവുമുണ്ട്. എന്തായാലും വിശദമായ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാവും.